നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. ADGP MR അജിത് കുമാർ വിജിലൻസിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പ്രതികരണവുമായി PV അൻവർ. അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതായി PV അൻവർ സ്ഥിരീകരിച്ചു. യൂട്യൂബർ ഷാജൻ സ്കറിയ കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും കൊച്ചി കമ്മീഷണറുടെയും വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയ സംഭവത്തിലാണ് ചർച്ച നടത്താൻ കൂടിക്കാഴ്ച നടത്തിയതെന്ന് PV അൻവർ പറഞ്ഞു. അജിത് കുമാർ തന്നെ ചതിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ നടപടിയെടുക്കാൻ MR അജിത് കുമാർ തയ്യാറായില്ല. പച്ചക്കള്ളം പറഞ്ഞ് അജിത് കുമാർ ഷാജൻ സ്കറിയയെ രക്ഷിക്കുകയായിരുന്നു. എന്തു വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം. തന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. സർക്കാർ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ താങ്ങി നിർത്തുന്നത്? ഒറ്റനോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപൂശിയ റിപ്പോർട്ടെന്നും അജിത് കുമാർ RSSനും കേന്ദ്ര സർക്കാരിനും വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെന്നും PV അൻവർ വ്യക്തമാക്കി. കണ്ണൂരിൽ BJP കൊടിമരത്തിൽ ദേശീയ പതാക കെട്ടി. പോലീസിൽ പരാതി നൽകി DYFI. കണ്ണൂർ മുയിപ്രയിലാണ് സംഭവം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഇന്ന് രാവിലെ ഉയർത്തിയത് BJPയുടെ കൊടിമരത്തിലാണ്. BJP പ്രവർത്തകരാണ് പതാക ഉയർത്തിയത്. കൊടിമരത്തിൽ നേരത്തെ BJPയുടെ കൊടി ഉണ്ടായിരുന്നു. അത് അഴിച്ചു മാറ്റിയാണ് അതേ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തിക്കെട്ടിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ധർമ്മസ്ഥലയിൽ മലയാളി യുവതിയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി മുൻ ശുചീകരണ തൊഴിലാളി. മൃതദേഹം കുഴിച്ചിട്ടെടുത്ത് പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്താനായില്ല. ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റമാണ് തെരച്ചിലിനെ ബാധിക്കുന്നതെന്നും തന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്നും തെളിയുമെന്നും ഇയാൾ പറഞ്ഞു. 2 ആഴ്ചയായി തുടരുന്ന മണ്ണ് നീക്കം ചെയ്തതിലുള്ള പരിശോധനയിൽ 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് സാക്ഷിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യം ശക്തമാക്കുമ്പോഴുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ. നടി കസ്തൂരി BJPയിൽ ചേർന്നു. തമിഴ്നാട് BJP അധ്യക്ഷനായ നയനാർ നാഗേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് നടി കസ്തൂരി BJPയിൽ ചേർന്നത്. ട്രാൻസ്ജെൻഡർ നമിത മാരിമുത്തുവും BJPയിൽ ചേർന്നു. നടി കസ്തൂരിയും നടിയും സാമൂഹിക പ്രവർത്തകയും ട്രാൻസ്ജെൻഡറുമായ നമിത മാരിമുത്തുവും ഇന്ന് ചെന്നൈയിലെ BJP ആസ്ഥാനമായ കമലാലയത്തിൽ തമിഴ്നാട് BJP കലാസാംസ്കാരിക വിഭാഗം പ്രസിഡന്റ് പെപ്സി ശിവയുടെ സാന്നിധ്യത്തിൽ BJPയിൽ ചേർന്നു. സാമൂഹിക പ്രവർത്തകരായ ശ്രീമതി കസ്തൂരി, ശ്രീമതി നമിത മാരിമുത്തു എന്നിവർ ഇന്നു മുതൽ ഔദ്യോഗികമായി BJPയുടെ രാഷ്ട്രീയ യാത്രയിൽ ചേർന്നത് സ്വാഗതാർഹമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം വെച്ച് പെട്രോളിയം മന്ത്രാലയം. സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം പ്രതിഷ്ഠിച്ചത്. സവർക്കർ, ഗാന്ധിജി, ഭഗത് സിംഗ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെയാണ് ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയുമെല്ലാം ദിവസവും അതിനെ പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്നും നമുക്ക് ഓർമ്മിക്കാം എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത്. ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി. സുരേഷ് ഗോപിയാണ് കേന്ദ്ര സഹമന്ത്രി. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിഞ്ഞാൽ അഭിനയം എന്നേക്കുമായി നിർത്തുമെന്ന് നടൻ ബാബുരാജ്. അമ്മ സംഘടനയിലെ പുതിയ ഭരണസമിതി ആദ്യ അജണ്ടയായി ശ്വേതാ മേനോനെതിരായ കേസ് അന്വേഷിക്കണമെന്ന് ബാബുരാജ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടക്കുന്ന അമ്മ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ബാബുരാജ്. അഭിപ്രായ വ്യത്യാസങ്ങൾ അകത്തു പറയേണ്ടതാണ്, അത് പറയും. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നും ആരോപണങ്ങൾ വരുമ്പോൾ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതും കൊണ്ടാണ് മാറി നിന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണം 46ആയി. 68 പേരെ കാണാനില്ലെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റ 167 പേരെ സേന രക്ഷപ്പെടുത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചത്. ഭീമൻ പാറക്കല്ലുകളും കടപുഴകിയ മരങ്ങളും വൈദ്യുതി തൂണുകളും കൂടുതൽ മണ്ണ് മാന്തി യന്ത്രം എത്തിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങി. മചയിൽ മാതാക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ വാഹനങ്ങൾ എത്തുന്ന അവസാനത്തെ ഗ്രാമമാണ് ചൊസിത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. ജൂലൈ 25 തുടങ്ങിയ തീർത്ഥാടന യാത്രയ്ക്കായി നിരവധി പേർ ചൊസിത്തിയിൽ എത്തിയിരുന്നു. സെപ്റ്റംബർ 5 യാത്ര അവസാനിക്കേണ്ടിയിരുന്നത്. 8.5 കിലോമീറ്റർ ദുർഘടം പിടിച്ച വഴിയിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. 16 വീടുകളും സർക്കാർ മന്ദിരങ്ങളും 3 ക്ഷേത്രങ്ങളും പാലവും നിരവധി വാഹനങ്ങളും മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി.
ചെങ്കോട്ടയിൽ തുടർച്ചയായി 12ാം തവണയും സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ചു. ഈ വർഷത്തെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ 103 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ്. തുടർച്ചയായി 11ാം തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മോദി ഇത്തവണ മറികടന്നത്. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയും അൽ നസർ ക്ലബും ഇന്ത്യയിൽ കളിച്ചേക്കും. AFC ചാമ്പ്യൻ ലീഗ് 2-വിൽ റൊണാൾഡോയുടെ അൽ നസറും FC ഗോവയും ഒരേ ഗ്രൂപ്പിലാണ്. അൽ നസറിന് ഗോവയ്ക്കെതിരെ ഇന്ത്യയിൽ മത്സരമുണ്ടായേക്കും. AFC ചാമ്പ്യൻ ലീഗിൽ ഇന്ത്യ ക്ലബ് FC ഗോവയും റൊണാൾഡോയും കളിക്കുന്ന സൗദി ക്ലബ് അൽ നാസറും ഒരു ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ടീമിനോട് 2 മത്സരമാണ് എല്ലാ ടീമുകൾക്കും ഉണ്ടാവുക. ഒന്ന് സ്വന്തം തട്ടകത്തിലും മറ്റൊന്ന് എതിരാളികളുടെ ഗ്രൗണ്ടിലും. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.